ഹായ് വെൽക്കം ടു എൻട്രിയ. നമുക്കറിയാം നമ്മുടെ ഈ വർഷത്തെ ബാങ്ക് എക്സാംസ് ഓരോന്നായിട്ട് വിളിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിൽ നമ്മുടെ ആദ്യത്തെ എക്സാം ആയിട്ട് തന്നെ നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തന്നെ അസിസ്റ്റന്റ് എക്സാം നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് നോട്ടീസിനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റും ഒക്കെ നമുക്ക് ഓൾറെഡി വന്നു കഴിഞ്ഞു. നമുക്ക് ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ഷോർട്ട് നോട്ടീസ് വരും, അല്ലെങ്കിൽ നമ്മൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴത്തേന് ആ ഒരു ഷോർട്ട് നോട്ടീസ് വന്നിട്ടുണ്ടായിരിക്കും. അതിന് ശേഷം നമ്മുടെ അതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പിന്നെ നമുക്ക് അങ്ങോട്ട് വരുന്ന ദിവസങ്ങളിൽ റിലീസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എക്സാംസ് നമുക്കറിയാം, ഈ വർഷം നമ്മുടെ എക്സാംസിന് അലൈൻ ചെയ്തിരിക്കുന്ന ആ ഒരു ഫോമിലാണ്. ആദ്യം ഏറ്റവും നല്ല എക്സാംസ്, അതിനുശേഷം അടുത്ത് ആ ഒരു ലെവൽ കുറഞ്ഞു കൊണ്ടുവരുന്ന രീതിയിലാണ് നമുക്ക് എക്സാംസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എക്സാംസ് ഈ വട്ടം ആദ്യം തന്നെ വിളിക്കുകയാണ്. അതിനുശേഷം നമുക്ക് മിക്കവാറും SBIയുടെ എക്സാംസ് ആയിരിക്കും വിളിക്കുന്നത്. അതിൻ്റെ നമ്മുടെ ഓൾറെഡി നമ്മുടെ ബാങ്കിങ് എക്സാമിന്റെ കലണ്ടർ റിലീസ് ചെയ്ത് കഴിഞ്ഞു. അതിൽ നമുക്ക് എപ്പോഴാണ് നമ്മുടെ IBPS RRBയും എപ്പോഴാണ് നടക്കാൻ പോകുന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അത് നമ്മുടെ ഈ ഒരു വർഷത്തിന്റെ ഒരു സെക്കൻഡ് ഹാഫിലാണ് അലൈൻ ആയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ഹാഫിൽ തന്നെ നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എക്സാംസും അതേപോലെ തന്നെ നമ്മുടെ ഒരു SBIയുടെ എക്സാംസ് ഒക്കെ തന്നെ നമുക്ക് അലൈൻ ആകുന്നതായിരിക്കും. അപ്പം അതിൻ്റെയൊക്കെ അപ്ഡേറ്റ്സ് വരാറുണ്ട്. പക്ഷേ അതിൽ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് ഓൾറെഡി വന്നു കഴിഞ്ഞു. നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അസിസ്റ്റന്റ് എക്സാമിന്റെ ഒരു ഷോർട്ട് നോട്ടീസ് വരാൻ പോകുവാണ് എന്നുള്ളതിന്റെ ഒരു അപ്ഡേറ്റ് ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു RBI അസിസ്റ്റന്റ് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് RBIയുടെ ഗ്രേഡ് ബി നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ വിളിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിപ്പോൾ RBIയുടെ അസിസ്റ്റന്റിനെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുത്താൽ പോലും നമുക്ക് RBI അസിസ്റ്റന്റ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ തൊട്ട് നമ്മുടെ എക്സാം നടക്കുന്ന ആ ഒരു പ്രിലിംസിന്റെ എക്സാം നടക്കുന്ന ഒരു ടൈം ഗ്യാപ്പ് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അറൌണ്ട് ഒരു 37 ഡേയ്സ് എന്തോ ആയിരുന്നു നമ്മുടെ ലാസ്റ്റ് ആ ഒരു 2024 സംതിങ്, അല്ലെങ്കിൽ നമ്മുടെ ആ സമയത്ത് ലാസ്റ്റ് RBIയുടെ അസിസ്റ്റന്റ് എക്സാമിന് ഉണ്ടായിരുന്നത്. അതിന് തൊട്ട് മുമ്പുള്ള വർഷം സംതിങ് അറൌണ്ട് 66 ഡേയ്സ് ആണ് ഒരു സമയം കിട്ടിയത് നോട്ടിഫിക്കേഷൻ, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും അതേപോലെ തന്നെ നമ്മുടെ എക്സാമിന്റെ ഡേറ്റിന്റെ ഇടയ്ക്ക് വെച്ച്. അപ്പൊ നമുക്കറിയാം, നമുക്ക് വളരെ ചെറിയൊരു സമയമാണ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നമുക്ക് ഈ പറഞ്ഞ പോലെ പഠിക്കാൻ വേണ്ടി കിട്ടുന്നത്. സോ ഒരിക്കലും നമുക്ക് നോട്ടിഫിക്കേഷൻ വെയിറ്റ് ചെയ്തിരിക്കുകയോ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പഠിച്ചു തുടങ്ങിയോ എന്ന റാങ്കിലൊന്നും നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല. RBIയുടെ എക്സാം ആയാലും ശരി, ഏതൊരു എക്സാം ആയാലും ശരി, എല്ലാം നമ്മുടെ RBI ഗ്രേഡ് ബി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. നമ്മുടെ ബാങ്ക് എക്സാംസിൽ തന്നെ ഏറ്റവും ടോപ്പ് ടയർ എക്സാം ആണ് RBI ഗ്രേഡ് ബി എന്ന് പറയുന്നത്. ഏറ്റവും ഹൈ, എന്താ പറയാ, ഏറ്റവും കൂടുതൽ സാലറി ഉള്ള ഒരു, ഏറ്റവും കൂടുതൽ പേ സ്കെയിലുള്ള, വളരെ റെസ്പെക്ടബിൾ ആയിട്ടുള്ള ഒരു ജോബാണ് നമ്മുടെ RBI ഗ്രേഡ് ബിയുടെ ജോബ് എന്ന് പറയുന്നത്. RBI ഗ്രേഡ് ബി ഓഫീസറിന്റെ ജോബ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എല്ലാവരും ബാങ്ക് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ഏതൊരാളുടെയും ഗോളാണ്, നമ്മുടെ അൾട്ടിമേറ്റ് ഗോളാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പം ഇതിനെക്കുറിച്ച് നേരത്തെ അറിഞ്ഞ് പഠിച്ചു തുടങ്ങുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. അറ്റ് ദ സെയിം ടൈം ഇതിനെ ഒരു ലോങ് ടേം ഗോളായിട്ട് കീപ്പ് ചെയ്തുകൊണ്ട് പഠിച്ചു തുടങ്ങുന്നവർക്കാണെങ്കിൽ പോലും, ഇതിനെക്കുറിച്ച് ഇപ്പം പഠിച്ചു തുടങ്ങുന്നവരൊക്കെ ആണെങ്കിൽ പോലും അവർക്കും എഗെയിൻ ഒരു ലോങ് ടേം ഗോളായിട്ട് കീപ്പ് ചെയ്യാവുന്ന ഒരു എക്സാം ആണ് RBI ഗ്രേഡ് ബി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് RBI ഗ്രേഡ് ബി എക്സാംസിനെ കുറിച്ച് ജസ്റ്റ് നമുക്കൊന്ന് ക്ലിയർലി നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു എക്സാം ഏകദേശം ടെൻറ്റേറ്റീവ്ലി എപ്പോഴത്തേക്കും വരാൻ സാധ്യതയുണ്ടെന്നുള്ളതും അതേപോലെ തന്നെ നമുക്ക് ഈ എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കാം. സോ അതൊക്കെ തന്നെ എക്സാമിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞ് മനസ്സിലാക്കാനും അതുപോലെ തന്നെ എക്സാമിന്റെ പല ഫാക്ടേഴ്സിനെ നമുക്കൊരു മോട്ടിവേഷൻ ആയിട്ട് എടുത്തുകൊണ്ട് നമുക്ക് അതിന്റെ ഫ്യൂച്ചറിൽ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന അലവൻസുകളായാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഒരു വലിയ മോട്ടിവേഷൻ ആയിട്ട് എടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാനും വളരെയധികം അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് RBI ഗ്രേഡ് ബി എക്സാം എന്താണ്, എങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്കറിയാം, നമ്മുടെ ബാങ്കുകളുടെ ബാങ്കാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു RBIയിലേക്ക് വരുമ്പോൾ നമുക്ക് മെയിൻലി 2 നോട്ടിഫിക്കേഷൻസ് ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സൈഡിൽ നിന്ന് വരുന്നത്. ഒന്ന് RBI അസിസ്റ്റന്റും പിന്നെ RBIയുടെ ഗ്രേഡ് ബി എന്ന് പറയുന്നത്. നമുക്ക് ഒരു 2 വർഷം മുമ്പ് വരെയും ഇത് വളരെ കറക്റ്റ് ആയിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതിനുശേഷം ഇടയ്ക്ക് വെച്ച് 2 വർഷത്തിന്റെ ഇടയ്ക്ക് കുറച്ച് വിളിക്കുന്ന ഒരു ഇറഗുലർ ആയിട്ടാണ് വിളിച്ചത് എന്ന് തന്നെ പറയാം. അതിനുശേഷം ഇപ്പോൾ ഈ വർഷം തൊട്ട് നമുക്ക് ബാങ്ക് എക്സാംസിൽ കുറേ ചേഞ്ചസ് വരുവാണ്. ഓക്കെ, കുറെ ആ ഒരു എക്സാംസിനെ അലൈൻ ചെയ്യുന്ന രീതി, നടത്തുന്ന രീതി, ഈവൻ എക്സാം കഴിഞ്ഞ ശേഷം റെസ്പോൺസ് ഷീറ്റ് റിലീസ് ചെയ്യുന്ന SSC ബാങ്ക് റെയിൽവേ എക്സാംസ് പോലെ റെസ്പോൺസ് ഷീറ്റ് റിലീസ് ചെയ്യുന്ന പോലത്തെ കാര്യങ്ങൾ പോലും ഈ വർഷം തൊട്ട് അവർ പുതുതായിട്ട് ഇൻക്ലൂഡ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു RBIയുടെ എക്സാംസ് ഒക്കെയും ഈ വർഷം തൊട്ട് പിന്നെയും ഒരു പ്രോപ്പറായിട്ട് അലൈൻ ചെയ്ത് വിളിക്കും എന്ന് വിശ്വസിക്കാം. അതിന്റെ ഒരു ചെറിയ എക്സാമ്പിളാണ് ഇപ്പം വന്നിരിക്കുന്ന ആ ഒരു വരാനിരിക്കുന്ന എക്സാമിന്റെ ഒരു ഷോർട്ട് നോട്ടീസ് വരാൻ പോകുന്നു, അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അസിസ്റ്റന്റ് എക്സാം വരാൻ പോകുന്നു എന്നുള്ളത്. അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ, നമ്മുടെ ഈ ഒരു എക്സാമിലേക്ക് വരുമ്പോൾ, RBI ഗ്രേഡ് ബിയിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കറിയാം എന്തുകൊണ്ട് RBI ഗ്രേഡ് ബി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാങ്കുകളുടെ ബാങ്കാണ്. ഏറ്റവും ടോപ്പ് ടയർ എക്സാം ആണ് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യന്റെ ഗ്രേഡ് ബിയുടെ എക്സാം എന്ന് പറയുന്നത്. നമ്മുടെ ബാങ്ക് എക്സാംസിൽ ഒരു കൈൻഡ് ഓഫ് സിവിൽ സർവീസ് പോലെ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന ഒരു എക്സാം ആണ് RBI ഗ്രേഡ് ബി എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു RBI ഗ്രേഡ് ബി എന്തുകൊണ്ട് RBI
ഗ്രേഡ് ബി അല്ലെങ്കിൽ എന്താ RBI ഗ്രേഡ് ബി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫിനാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരുപാട് പോളിസീസിന്റെ ഫ്രെയിം വർക്ക് അടക്കം ചെയ്യുന്ന ഒരു വളരെ ഇമ്പോർട്ടന്റ് പോസ്റ്റ് ആണ് ഈ RBI ഗ്രേഡ് ബി എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്. ലൈക്ക് നമ്മുടെ ഈ ഒരു ഏറ്റവും ടോപ്പ് ലെവൽ ഒരു മാനേജർ പൊസിഷൻ നമ്മുടെ ഒരു ബാങ്കിങ് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ എന്ന് നമുക്ക് പറയാം. ഒരുപാട് എക്കണോമിക്കുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന നമ്മുടെ ഫിനാൻസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരുപാട് എക്കണോമിക് പോളിസീസിന്റെ ഫ്രെയിം വർക്ക് ആദ്യമേ നടക്കുന്നത് കൈൻഡ് ഓഫ് ഇവിടെ ആണെന്ന് പറയാം. അതിനുശേഷമാണ് അത് പിന്നെ മുകളിലേക്കും അതിന്റെ പിന്നെ അപ്രൂവലും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ തന്നെ പോകുന്നത്. അതിന്റെ നമ്മുടെ കംപ്ലീറ്റ് ബാങ്കിങ് സിസ്റ്റത്തിനെ തന്നെ ഒരു കൺട്രോൾ ചെയ്യുന്ന ഒരു ഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് ജോബാണ് റോളാണ് ഈ ഒരു RBI ഗ്രേഡ് ബിയുടെ ഓഫീസർ എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്കറിയാം വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഏറ്റവും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ബാങ്കിങ് സെക്ടറിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഏറ്റവും ടോപ്പ് ടയർ പോസ്റ്റ് ആണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ സെൻട്രൽ ബാങ്കിങ് കരിയർ അതിലേക്ക് വരുമ്പോൾ തന്നെ ഏറ്റവും ടോപ്പ് ലെവൽ പോസ്റ്റ് ആണ് നമ്മുടെ RBI ഗ്രേഡ് ബി എന്ന് പറയുന്നത്. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് വഴി ജോയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു RBIയിലെ ഗവർണർ പോലും ആകാൻ പറ്റുന്ന രീതിയിൽ കരിയർ ഗ്രോത്തിൽ ആ ഒരു ലെവൽ വരെ പ്രോഗ്രസ് ചെയ്യാൻ പറ്റുന്ന എത്താൻ പറ്റുന്ന ഇപ്പം ഒരു പോസ്റ്റാണ് RBI ഗ്രേഡ് ബി എന്ന് പറയുന്നത്. ഒരിക്കലും RBI ഗ്രേഡ് ബി ആയിട്ട് ജോയിൻ ചെയ്യുന്ന എല്ലാവരും RBI ഗവർണർ ആവും എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമുക്ക് ഈ പറഞ്ഞ പോലെ ആ ഒരു പോസ്റ്റ് വഴി ജോയിൻ ചെയ്യുന്ന ഒരാൾക്ക് ആ ഒരു അൾട്ടിമേറ്റ് കരിയർ ഗ്രോത്ത് എന്ന് പറയുമ്പം ഗവർണർ പോലും ആകാൻ പറ്റുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് RBI ഗ്രേഡ് ബിന്റെ ഈ ഒരു ഓഫീസർ സ്കെയിൽ പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ അറിഞ്ഞിരിക്കുന്ന ഒരു വളരെ ഇമ്പോർട്ടന്റ് ഫാക്ടർ തന്നെയാണ്. എന്നിട്ട് ഒരു RBI ഗവർണർ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഇപ്പോൾ ആ ഒരു പോസ്റ്റിലേക്ക് വരെ എത്തിച്ചേരാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണ് ഇത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്ക് ഇതിന്റെ എക്സാം പാറ്റേണും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വരുവാണെങ്കിൽ നമ്മുടെ ഇതിന്റെ എക്സാം നമ്മുടെ ഇപ്പം RBI ഗ്രേഡ് ബി ഓഫീസർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കവിടെ മെയിൻ ആയിട്ട് ആക്ച്വലി 3 പോസ്റ്റുകൾ വിളിക്കുന്നത്. ഒരു ജനറലിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റുകളുണ്ട്. നമുക്ക് ഒരു ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഏതൊരാൾക്കും എഴുതാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണത്. പിന്നെ ഇത് കൂടാതെ തന്നെ എക്കണോമിക് ആൻഡ് പോളിസി റിസർച്ചിന്റെ ഭാഗമായിട്ട് വിളിക്കുന്ന RBI ഗ്രേഡ് ബി ഓഫീസർ ഉണ്ട്, അതിന്റെ ഡിപ്പാർട്ട്മെന്റിലേക്ക് വിളിക്കുന്ന. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇൻഫർമേഷൻ മാനേജ്മെന്റിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റിലേക്ക് വിളിക്കുന്ന RBI ഗ്രേഡ് ബിയുടെ ഓഫീസറിന്റെ പോസ്റ്റ് ഉണ്ട്. ഇങ്ങനെ 3 പോസ്റ്റുകളായിട്ടാണ് RBI ഗ്രേഡ് ബി എപ്പോഴും വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ മോസ്റ്റ്ലി എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് ജനറലിസ്റ്റ് എന്നുള്ള ഒരു കാറ്റഗറിയിലേക്കായിരിക്കും മോസ്റ്റ്ലി ആൾക്കാർ ഫോക്കസ് ചെയ്യുന്നത്. എന്നുള്ള ബാക്കിയുള്ള 2 ഡിപ്പാർട്ട്മെന്റിലേക്ക് ഫോക്കസ് ചെയ്യണമെങ്കിൽ അവിടെ കുറച്ചുകൂടി നമുക്ക് അതിനനുസരിച്ചുള്ള ഡിഗ്രിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. പക്ഷെ ജേർണലിസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ ഒരു ഗ്രാജുവേറ്റ് ആയിരുന്നാൽ മാത്രം മതി. ചില ക്വാളിഫിക്കേഷന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്, ചില ലൈക്ക് മിനിമം സ്കോറും അങ്ങനെ മിനിമം മാർക്കും പെർസെന്റേജ് ഒക്കെ പറയുന്നുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ബട്ട് അതർവൈസ് ഒരു ഗ്രാജുവേറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് RBI ഗ്രേഡ് ബി എക്സാം എന്ന് പറയുന്നത്. ഏതൊരു ഗ്രാജുവേറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് RBI ഗ്രേഡ് ബിന്റെ ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ എക്സാം പാറ്റേണിലേക്ക് വരുമ്പോഴും നമുക്ക് ഒരു 3 ലെവലിലാണ് ഇതിന്റെ ഒരു എക്സാം നടക്കുന്നത് എന്ന് നമുക്ക് പറയാം. ആദ്യമേ ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം ആദ്യമേ ആ ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ ആപ്ലിക്കേഷൻ സ്ക്രൂട്ടിനി ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ആദ്യമേ അതിന്റെ ഫേസ് 1 എക്സാം നടക്കുന്നു. നമുക്ക് അതെന്ന് പറയുന്നത് പ്രിലിംസ് എക്സാം ആണ് എന്ന് പറയാം. ആ ഒരു പ്രിലിംസ് എക്സാം എന്ന് പറയുന്നത് നമുക്ക് 200 മാർക്കിലാണ് നമുക്ക് എക്സാം നടക്കുന്നത്. ഐ തിങ്ക് 2 മണിക്കൂറിലാണ് എക്സാം നടക്കുന്നത്. അവിടെ നമ്മുടെ സാധാരണ ബാങ്കിങ് എക്സാംസ് പോലെ തന്നെ നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇംഗ്ലീഷ്, റീസണിങ്, പിന്നെ ജനറൽ അവയർനെസിന്റെ ഒരു ഏരിയ സാധാരണ ബാങ്കിങ് എക്സാംസിൽ പ്രിലിംസിലല്ല വരുന്നത്, മെയിൻസിലാണ് വരുന്നെങ്കിൽ ഇവിടെ നമുക്കത് പ്രിലിംസ് ലെവലിൽ തന്നെ വരും. അതാണ് ഒരു ചെറിയ വ്യത്യാസം എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് കാണാൻ പറ്റും നമുക്ക് ഈ ഒരു 4 ഏരിയാസ് ആണ് നമുക്ക് ഇവിടെ നിന്ന് ചോദിക്കുന്നത്. ജനറൽ അവയർനെസ്, റീസണിങ്, ഇംഗ്ലീഷ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. അതിൽ നമുക്കിപ്പോൾ ബാങ്ക് എക്സാംസ് വെച്ച് പറയുകയാണെങ്കിൽ സ്പെഷ്യൽ എന്താന്ന് പറഞ്ഞാൽ ഇത് മാത്രം ചെറിയൊരു സ്പെഷ്യൽ എന്ന് പറയാം. ബിക്കോസ് അത് യൂഷ്വലി മെയിൻസിന് ചോദിക്കുന്ന സ്ഥലത്ത് പ്രിലിംസിന് തന്നെ ഇത് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. പിന്നെ കുറച്ചുകൂടി കോർ ആയിട്ടുള്ള ഒരു ഏരിയ ആണത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ ബാങ്കിങ് എക്സാംസിലേക്ക് വരുമ്പോൾ എക്കണോമിക്സും അതേപോലെ തന്നെ നമ്മുടെ സ്റ്റാറ്റിക് ജികെയും കറണ്ട് അഫയേഴ്സും മാത്രമാണ് ചോദിക്കുന്നത്. ഇവിടെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ബാക്കിയുള്ള സബ്ജക്റ്റുകളും ചോദിക്കാൻ സാധ്യതയുണ്ട്. അതാണ് നമുക്ക് അവിടെ വരുന്ന ഒരു ഫാക്ട്. 200 മാർക്ക് 2 മണിക്കൂർ ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. നമുക്ക് ഒരു എന്താ പറയുക 2 മണിക്കൂറിലാണ് എക്സാം നടക്കുന്നത്, 120 മിനിറ്റിലാണ് എക്സാം നടക്കുന്നത്. അവിടെ നമുക്ക് സെക്ഷണൽ കട്ട് ഓഫ്സ് ഉണ്ടായിരിക്കും. ഇനി അതിനുശേഷം അതിൽ നിന്ന് സെലക്ട് ആവുന്ന കാൻഡിഡേറ്റ്സ് ആണ് ഇതിലേക്ക് പോകുന്നത്, നമ്മുടെ മെയിൻസ് എക്സാമിലേക്ക് കടക്കുന്നത്. അപ്പോൾ മെയിൻസ് എക്സാം എന്ന് പറയുന്ന ഒരു അഡ്വാൻസ് ടെസ്റ്റ് ആണ്. അതിൻ്റെ അത് കുറേ ഫാക്ടേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. ഇപ്പോൾ മെയിൻസ് എക്സാമിലേക്ക് വരുമ്പോൾ ഇൻ ജനറൽ നമുക്ക് പറയണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഒരു 300 മാർക്കിന്റെ എക്സാം ആണ് എന്ന് പറയാം. അവിടെ നമുക്ക് 1-2 പേപ്പേഴ്സ് ഒക്കെ സെപ്പറേറ്റ് വരുന്നുണ്ട്. അത് കൂടാതെ തന്നെ നമുക്ക് ഏകദേശം ഒരു വളരെ ലെന്തി ആയിട്ടുള്ള ഒരു എക്സാം ആണ് എന്ന് തന്നെ പറയാം. ഒരുപാട് സമയം എടുത്ത് നടക്കുന്ന എക്സാം. ഐ തിങ്ക് സംതിങ് അറൌണ്ട് 5.5 മണിക്കൂറോ അങ്ങനെ എന്തോ എടുത്ത് നടക്കുന്നത്. 5.5 മണിക്കൂർ കളക്റ്റീവ് ആയിട്ട് പറയുകയാണ്, ഒറ്റ ഒരു ഇരിപ്പിൽ 5.5 മണിക്കൂർ അല്ല. ബട്ട് ഒരു വളരെ ലെന്തി ആയിട്ടുള്ള ഈ ഒരു 300 മാർക്കിന്റെ
ബാങ്കിന്റെ എക്സാം നടക്കുന്നത് സംതിങ് അറൌണ്ട് ഒരു 500 മാർക്ക്, എന്താ പറയുക, ഒരു 5.5 മണിക്കൂർ സംതിങ് എടുത്താണ് ആ ഒരു എക്സാം നടക്കുന്നത്. അപ്പൊ അവിടെ എന്തുകൊണ്ട് അത്രയും സമയം എടുക്കുന്നത് പറഞ്ഞാൽ അവിടെ നമുക്ക് ഒരു കൈൻഡ് ഓഫ് 3 പേപ്പേഴ്സ് എന്ന രീതിയിലാണ് എക്സാംസ് പോകുന്നത്. ഇപ്പൊ 3 പേപ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഒന്ന് എക്കണോമിക് ആൻഡ് സോഷ്യൽ ഇഷ്യൂസിന് മേളിൽ ഒരു പേപ്പർ ഉണ്ടായിരിക്കും. ഓക്കെ, അത് 50% ഒബ്ജക്റ്റീവ് ആയിരിക്കും, 50% ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കും. അങ്ങനെയൊക്കെയാണ് വരുന്നത്. ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ കൈ കൊണ്ട് എഴുതുകയല്ല ചെയ്യുന്നത്, നമ്മൾ ടൈപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് അവിടെ സംഭവിക്കുന്നത്. ഓക്കെ, ഇനി അത് നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ 50, എന്താ പറയുക, അത് 50-50 വെച്ച് 100 മാർക്കാണ്. നമുക്ക് ഇതിനൊരു ഇങ്ങനെ പറയാം, നമുക്ക് ഇതിനൊരു 100 മാർക്കാണ് നമുക്ക് വരുന്നത് എന്ന് പറയാം. ഓക്കെ, 100 മാർക്കിലാണ് ഈ ഒരു എക്സാം നടക്കുന്നത്. ആൻഡ് ആ ഒരു എക്സാമിന്റെ ടൈം ലിമിറ്റ് എന്ന് പറയുന്നത് സംതിങ് അറൌണ്ട് നമുക്ക് ഏകദേശം 2 മണിക്കൂറാണ് നമുക്ക് ആ എക്സാമിന്റെ ടൈം ലിമിറ്റ്. ഇവിടെ തന്നെ നമുക്ക് 2 മണിക്കൂർ എടുക്കും. അപ്പോൾ ഒരു 50% നമുക്ക് ആ ഒരു നേരത്തെ പോലെ ഒരു 100 മാർക്ക്, 50 മാർക്ക് ഒബ്ജക്റ്റീവും 50 മാർക്ക് ഡിസ്ക്രിപ്റ്റീവും. ആൻഡ് എക്സാം 2 മണിക്കൂറത്തോളാണ് ആ എക്സാം നടക്കുന്നത്. ഇനി അതിന് ശേഷമാണ് അടുത്ത് എന്ത് വരുന്നത്, നമ്മുടെ ഫിനാൻസ് ആൻഡ് മാനേജ്മെന്റ് ആ ഒരു പേപ്പർ വരുന്നത്. ഫിനാൻസ് ആൻഡ് മാനേജ്മെന്റ് പേപ്പർ വരുമ്പോഴത്തേന് അഗൈൻ അവിടെയും നമുക്ക് 50% ഒബ്ജക്റ്റീവ് 50% ഡിസ്ക്രിപ്റ്റീവ്. നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞല്ലോ 50% ഒബ്ജക്റ്റീവ് 50% ഡിസ്ക്രിപ്റ്റീവ്. അവിടെയും നമുക്ക് ഈ പറഞ്ഞ പോലെ എക്സാം വരുന്നത് നമുക്ക് ഈ പറഞ്ഞ പോലെ 100 മാർക്കാണ് നമുക്ക് അവിടെ എക്സാം വരുന്നത്. അവിടെ നമുക്ക് എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 2 മണിക്കൂറാണ് നമുക്ക് അവിടെ എടുക്കുന്ന സമയം എന്ന് പറയുന്നത്. 2 hours ആണ് അവിടെ എടുക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഏകദേശം നടക്കുന്ന രീതി സെയിം ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതിനുശേഷമാണ് നമ്മുടെ ഒരു ഇംഗ്ലീഷിന്റെ കംപ്ലീറ്റ് ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ വരുന്നത്. ഒരു 3 ക്വസ്റ്റൻ ഒക്കെ കാണും. അങ്ങനെയൊക്കെയാണ് ആ ഒരു സംഭവം വരുന്നത്. അപ്പോൾ അത് റൈറ്റിംഗ് സ്കിൽസ് ആണ് നമ്മുടെ ചെക്ക് ചെയ്യുന്നത്. അവിടെ വരുമ്പോൾ എഗെയിൻ നമ്മുടെ 100 മാർക്കാണ്. ആൻഡ് നമുക്കത് 1.5 മണിക്കൂറിലാണ് എക്സാം നടക്കുന്നത്. അങ്ങനെയാണ് മൊത്തം ഈ 5.5 മണിക്കൂറുടെ എക്സാം എന്ന് പറയുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത്. അല്ലാതെ ഒറ്റ സ്ട്രെച്ചിൽ 5.5 മണിക്കൂർ എന്ന് പറയുന്നതല്ല ഉദ്ദേശിക്കുന്നത്. അപ്പൊ കൈൻഡ് ഓഫ് ഒരു എന്താ പറയുക, ഒബ്ജക്റ്റീവ് പിന്നെ ഈ പറഞ്ഞ ഡിസ്ക്രിപ്റ്റീവ് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഏരിയ ആണ് ഇതെന്ന് നമുക്ക് പറയാം. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു phase 2 വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഒരു ലോങ് ടേം പ്രിപ്പറേഷൻ വേണം, കുറച്ചധികം റൈറ്റിംഗ് സ്കിൽസ് നേരത്തെ തന്നെ പ്രാക്ടീസ് ചെയ്യണം എന്നൊക്കെ പറയുന്നതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ മെയിൻസ് എക്സാമിലേക്ക് വരുമ്പോൾ അങ്ങനെ കുറച്ച് കാര്യമാണ്. ഇപ്പോൾ പ്രിലിംസിലേക്ക് വരുമ്പോൾ നമുക്കൊരു സാധാരണ ബാങ്ക് എക്സാം പോലൊക്കെ ഉള്ളൂ, വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല. നമുക്ക് അവിടെ സമയം കൂടുതലാണ്, ഇരട്ടി ക്വസ്റ്റൻ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ ക്വസ്റ്റിന്റെ എണ്ണത്തിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ലൈക്ക് നമ്മൾ സാധാരണ എപ്പോഴും കാണുന്ന കണക്ക് ഒരു ഈക്വൽ നമ്പർ ഓഫ് ക്വസ്റ്റൻസ് ഒന്നും ആയിരിക്കത്തില്ല അവിടെ വരുന്നത്. അവിടെ ക്വസ്റ്റിന് നമ്പേഴ്സ് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പം റീസണിങ്ങിന് ഒരു നമ്പർ ആയിരിക്കും, നമ്മുടെ ഈ പറഞ്ഞ ഇംഗ്ലീഷിൽ വേറൊരു നമ്പർ ആയിരിക്കും. അങ്ങനെയൊക്കെ ഒരു നമ്പർ ഓഫ് ക്വസ്റ്റൻസ് ആയിരിക്കും നമുക്ക് വരുന്നത്. പക്ഷേ ഇൻ ജനറൽ നമ്മുടെ ആ ഒരു സാധാരണ ബാങ്ക് എക്സാമിന്റെ ഒരു phase 1 എക്സാം പോലും മാത്രമേ അത് ഉള്ളൂ. ഇനി പക്ഷേ നമ്മുടെ ആ ഒരു സെക്കൻഡ് എക്സാമിലേക്ക് വരുമ്പോഴാണ് ഈ ഒരു ഡിസ്ക്രിപ്റ്റീവ് പ്ലസ് ഒബ്ജക്റ്റീവ് ആൻഡ് ഇങ്ങനെ ഒരു പാറ്റേൺ എക്സാം നടക്കുന്നത്. ഇതിന് ശേഷമാണ് നമുക്ക് എന്ത് വരുന്നത്, നമ്മുടെ ഇന്റർവ്യൂയുടെ ഏരിയ വരുന്നത്. ഡെഫ്ലി ഗ്രേ ഓഫീസറാണ്, ഉറപ്പായിട്ട് ഇന്റർവ്യൂ കാണും. അപ്പോൾ ഇന്റർവ്യൂ നടക്കുന്നത് 75 മാർക്സിലാണ് ഇന്റർവ്യൂ നടക്കുന്നത്. അവിടെ നമ്മുടെ പേഴ്സണാലിറ്റി, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് അങ്ങനെയൊക്കെയുള്ള, പിന്നെ ഈ ഡൊമൈനിലുള്ള നോളേജ്, അതൊക്കെയാണ് നമുക്ക് അവിടെ ചെക്ക് ചെയ്യുന്നത്. സോ ഇങ്ങനെ വരുമ്പോഴത്തേനും നമ്മുടെ ടോട്ടൽ സ്കോർ അല്ലെങ്കിൽ നമ്മുടെ ഫൈനൽ സെലക്ഷൻ നടക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നേരത്തെ നമ്മൾ കണ്ട 300 മാർക്കും ഈ ഒരു 75 മാർക്ക് ഇന്റർവ്യൂടെ നമ്മുടെ ആ phase 2യുടെ ആ ഒരു 300 മാർക്കും നമ്മുടെ ആ ഇന്റർവ്യൂയുടെ ആ ഒരു 75 മാർക്ക് കൂടി ചേർന്നാണ് ആ 375 മാർക്സിലാണ് നമുക്ക് ഈ പറയുന്ന ഒരു ഓവറോൾ നമ്മുടെ ഒരു സെലക്ഷൻ പ്രോസസ് നടക്കുന്നതെന്നൊക്കെ പറയാം. അതിലും നമുക്ക് ചില വെയിറ്റേജ് ഉണ്ട്. 80% ഒരു phase 2, 20% ഇന്റർവ്യൂ എന്നൊക്കെ പറയുന്ന ചില ഒരു വെയിറ്റേജ് ആംഗിൾ ഒക്കെ ഉണ്ട്. അപ്പൊ അത് ആ ഒരു പ്രോസസ്സോട് കഴിഞ്ഞ് ഈ നമ്മുടെ ഈ അവസാനത്തെ 2 സ്റ്റേജ് ആണ് ആക്ച്വലി ശരിക്കും നമ്മുടെ സെലക്ഷൻ, നമ്മുടെ റാങ്ക് കാര്യങ്ങളൊക്കെ തന്നെ ഡിസൈഡ് ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇൻ ജനറൽ ഇതാണ് നമ്മുടെ ഒരു RBI ഗ്രേഡ് ബി എക്സാമിനെ കുറിച്ചുള്ള ഒരു എന്താ പറയുക പാറ്റേൺ അല്ലെങ്കിൽ എക്സാം നടക്കുന്ന രീതി എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾ ചാനലിൽ ചെന്നും സെർച്ച് ചെയ്താൽ മതി. നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ സിലബസും അതിന്റെ എക്സാക്ട് ക്വസ്റ്റിന്റെ കൗണ്ട് ഒക്കെ എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെയുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും ചാനലിൽ അവൈലബിൾ ആണ്. ഇതിപ്പോൾ നമ്മുടെ ഒരു RBI ഗ്രേഡ് ബിയുടെ അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ട് തന്നെ RBI ഗ്രേഡ് ബിയുടെ നോട്ടിഫിക്കേഷൻ ഉടനെ വരും. സോ അതിനെക്കുറിച്ച് നേരത്തെ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുക, പഠിക്കാൻ ആഗ്രഹമുള്ളവർ, ആദ്യമായിട്ടൊക്കെ പഠിച്ച് തുടങ്ങിയവർ, അവർക്ക് ചിലപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരിക്കത്തില്ല. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയാണ് ഈ ഒരു സെഷൻ മെയിൻ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞു പോവുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ ഈ പറയുന്ന നമ്പേഴ്സ് വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ സെലക്ഷൻ എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ ഈ phase 1 ഒരു കട്ട് ഓഫ് എത്രത്തോളം വരും എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ 2024-25 എക്സാം വെച്ചുകൊണ്ടാണ് പറയുന്നത്. ഇപ്പോൾ 2024-25 എക്സാമിന് റെഫറൻസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മുടെ അതിന്റെ phase 1 കട്ട് ഓഫ് വന്നിരുന്നത് 67.25. നമുക്ക് ഇങ്ങനെ പറയാം, അതിന്റെ ഒരു കട്ട് ഓഫ് വരുന്നത് യൂഷ്വലി കഴിഞ്ഞ ഒരു 5 വർഷം നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഒരു കട്ട് ഓഫ് വരുന്നത് 65 to 80 ഇടയ്ക്കാണ് അതിന്റെ കട്ട് ഓഫ് വരുന്നത് എന്ന് നമുക്ക് പറയാം. 65 തൊട്ട് 80 ഇടയ്ക്ക്, ചില സമയത്ത് 77.5 ഒക്കെ വന്നിട്ടുണ്ട്. നമുക്ക് എപ്പോഴും ഒരു 81.5 സംതിങ് വന്നിട്ടുണ്ട്. 67.25 കുറച്ച് കുറവായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആണ് നമുക്ക് വരുന്നത്. അത് ഡിപ്പെൻഡ് ചെയ്യുന്ന വേക്കൻസീസും അങ്ങനെയുള്ള കാര്യങ്ങളുടെ മേളിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം നമ്മുടെ രണ്ടാമത്തെ ഫേസിന്റെ ഒരു കട്ട് ഓഫ് ഒക്കെ വരുന്നത് 300 മാർക്കിൽ നമുക്ക് 173.5 ആയിരുന്നു അന്ന് വന്നത്. അറൌണ്ട് ഈ റേഞ്ച് 167, 175 ആ ഒരു റേഞ്ചിലാണ് യൂഷ്വലി. അപ്പോൾ ഒരു 160 തൊട്ട് 180 ഇടയ്ക്കാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് പറയാം. കഴിഞ്ഞ നമ്മൾ കുറെ 5 വർഷത്തെ എടുത്ത് നോക്കുകയാണെങ്കിൽ
ഒരു 160 to 180 ഇടയ്ക്കാണ് ഈ ഒരു കട്ട് ഓഫ് നിൽക്കുന്നത്. അതിനുശേഷം നമ്മുടെ ഈ പറയുന്ന പോലെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ 375 നമ്മൾ പറഞ്ഞു. അതിൽ നമ്മുടെ ഏകദേശം ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് വരുന്നത് ഈ ഒരു 226.75 ആയിരുന്നു ലാസ്റ്റ്. അതേപോലത്തെ ഒരു അറൌണ്ട് ആ റേഞ്ച് ഓഫ് സ്കോർ ലൈക്ക് ഒരു 220 to 240 ഇടയ്ക്ക് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ആ റേഞ്ചിലാണ് നമ്മുടെ ഈ ഒരു ഫൈനൽ മെറിറ്റ് അല്ലെങ്കിൽ ഫൈനൽ കട്ട് ഓഫ് വരുന്നത് എന്നൊക്കെ പറയാം. പക്ഷേ ഡെഫിനറ്റ്ലി നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കട്ട് ഓഫ് ഒക്കെ ഇൻഫ്ലുവൻസ് ആവും ആ എക്സാമിന്റെ ഡിഫിക്കൽട്ടി ലെവലിൽ, ഏറ്റവും ഇമ്പോർട്ടന്റ് വേക്കൻസിയിൽ, അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന്റെ മേളിൽ, ആ കോമ്പറ്റീഷന്റെ ഇന്റൻസിറ്റിയുടെ മേളിൽ ഡെഫിനറ്റ്ലി ഈ പറയുന്ന കൗണ്ട് ഒക്കെ ഈ പറയുന്ന നമ്പേഴ്സ് എന്ത് ചെയ്യും, ഇൻഫ്ലുവൻസ് ചെയ്യും. ചെറിയ മാറ്റങ്ങൾ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒരു എക്സാം എന്താ പറയുക ഒരു വർഷം ഇടയ്ക്ക് വിളിച്ചില്ലെങ്കിൽ അത് കഴിഞ്ഞ് വിളിക്കുകയാണെങ്കിൽ അവിടെ കോമ്പറ്റീഷൻ കുറച്ചുകൂടി കൂടുതലായിരിക്കും, പക്ഷേ വേക്കൻസിയും കൂടുതലായിരിക്കും, അത് ബാലൻസ് ആവും. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഫാക്ടേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അവിടെ വരുന്നുണ്ട്. ഇനി കുറച്ച് ഇമ്പോർട്ടന്റ് മോട്ടിവേഷണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലേക്ക് വരുവാണെങ്കിൽ ഒന്ന് ഡെഫിനറ്റ്ലി എത്ര കിട്ടും എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ്. അപ്പൊ എത്ര കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കത് സാധാരണ നമ്മൾ അത് കേൾക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് CTC അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് കമ്പനി എന്ന് പറയുന്നത് ഒരു അപ്രോക്സിമേറ്റ് പാക്കേജ് വെച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 33-34 ലാക്ക് ആണെന്ന് പറയാം. ഒരു 33-34 ലക്ഷത്തിന്റെ ഇടയ്ക്കാണ്. പക്ഷെ ഒരിക്കലും ഇത് കേൾക്കുമ്പോൾ വിചാരിക്കില്ല ഇതാണ് നമുക്ക് കൈ കിട്ടുന്നത് എന്ന് ഒരിക്കലും വിചാരിക്കില്ല. ഓക്കെ, നമ്മളത് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടിയാണ് ഞാൻ അത് അങ്ങനെ കൂടി എടുത്തു പറയുന്നത്. ഇത് കോസ്റ്റ് കമ്പനിയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് തരുന്ന സാലറിയും അതുകൂടാതെ RBI നമുക്ക് വേണ്ടി നമ്മുടെ എന്താ പറയാ നമ്മുടെ ആ ഒരു ഫെസിലിറ്റീസിന് വേണ്ടിയും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ചെലവാക്കുന്ന ടോട്ടൽ കോസ്റ്റ് കമ്പനിയാണ് നമ്മുടെ ഈ പറയുന്ന 33-34 ലാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പക്ഷേ നമ്മുടെ അതിന്റെ മന്ത്ലി കൈ കിട്ടുന്ന സാലറിയിൽ വ്യത്യാസങ്ങളുണ്ട്. അതെന്താന്നുള്ളത് ക്ലിയർലി കാണിച്ചു തരാം. RBIയുടെ ഗ്രേഡ് വീഡിയോ നോട്ടിഫിക്കേഷനകത്ത് പറഞ്ഞിരിക്കുന്ന വെച്ച് തന്നെ കാണിച്ചു തരാം. പിന്നെ അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളത് ഈ വർഷത്തെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് അലവൻസുകളാണ് ഇവിടെ വരുന്നത്. പിന്നെ ജോബ് സെക്യൂരിറ്റിയുടെ കാര്യം നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഡെഫിനറ്റ്ലി ഗവൺമെന്റ് ജോബാണ്, അതിലും ഏറ്റവും ടോപ്പ് ടയർ ബാങ്കിങ് ഗവൺമെന്റ് ജോബാണ്. ഉറപ്പായിട്ടും 100% ജോബ് സെക്യൂരിറ്റി ഉണ്ടായിരിക്കും. ഒരുപാട് ബെനിഫിറ്റ്സ് ആണ് നമുക്കിവിടെ വരുന്നത് ഈ ഒരു പോസ്റ്റിലേക്ക് വരുമ്പോൾ. ഈവൻ ഇന്റർനാഷണൽ ട്രിപ്പ് അടക്കം, ടൂർ അടക്കം എന്നുള്ള പാക്കേജുകൾ അടക്കം നമുക്കവിടെ അലവൻസുകളുടെ അകത്ത് വരുന്നുണ്ട്. ഇപ്പൊ ഇൻ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്കറിയാം DA ഉണ്ട്, HRA ഉണ്ട്, അതുപോലെ തന്നെ സിറ്റി കോമ്പൻസേറ്ററി അലവൻസുകളുണ്ട്, പിന്നെ മെഡിക്കൽ കവറേജ് അങ്ങനെയുള്ള അലവൻസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് കൂടാതെ തന്നെ എന്താ പറയുക പെൻഷൻ സ്കീംസ് അങ്ങനെയുള്ള കാര്യങ്ങൾ യൂഷ്വലി നമ്മുടെ ഗവൺമെന്റ് ജോബിന് വരുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ ഈ പറഞ്ഞ ലീവ്, ട്രാവൽ കൺസെഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് നാഷണൽ വൈഡ്. അതുപോലെ തന്നെ സബ്സിഡൈസ്ഡ് ഹോം ലോൺ ഓഫേഴ്സ് ഒക്കെ ഉണ്ട് സ്പെഷ്യൽ റേറ്റിൽ. അതുപോലെ തന്നെ വർക്ക് ലൈഫ് ബാലൻസ് ഉണ്ട്. ഡെഫിനറ്റ്ലി ഒരു വലിയൊരു എന്താ പറയാ നമ്മുടെ RBI എന്ന് പറയുന്ന ഒരിക്കലും പബ്ലിക്കുമായിട്ട് അങ്ങനെ വലിയ ഇന്ററാക്ഷൻ വരുന്ന ഒരു ബാങ്ക് അല്ല. സോ അവിടെ നമുക്ക് കുറച്ചുകൂടി ഒരു വർക്ക് ലൈഫ് ബാലൻസിൽ പോകുന്ന ഒരു എന്താ പറയുക പോസ്റ്റിംഗ് ആണ് ഇത് എന്ന് നമുക്ക് പറയാം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ എക്സാക്ട് സാലറി എത്ര കിട്ടും എന്നുള്ളത് ജസ്റ്റ് പറഞ്ഞുതരാം. നമ്മൾ പലപ്പോഴും ഈ 33-34 ലക്ഷമാണ് നമ്മൾ കേൾക്കുന്നത്. പക്ഷേ ആക്ച്വലി അവിടുത്തെ ശരിക്കും നമുക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് ഇത് RBIയുടെ ഗ്രേഡ് ബിയുടെ നോട്ടിഫിക്കേഷന്റെ അകത്ത് കൊടുത്തേക്കുന്ന ഒരു പോർഷനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടുത്തെ കറക്റ്റ് നമുക്ക് കിട്ടുന്ന സാലറി. അത് വിത്തൗട്ട് HRA ആണെങ്കിൽ നമുക്കത് 1,50,374 ആണ് സ്റ്റാർട്ടിംഗ് ഇനിഷ്യൽ മന്ത്ലി ഗ്രോസ് സാലറി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ഏകദേശം നമുക്ക് കൈ കിട്ടുന്ന സാലറി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് വിത്തൗട്ട് HRA ആണ്. ഇനി HRA കൂടി ഉണ്ടെങ്കിൽ ഇത് ഹൗസ് റെന്റ് അലവൻസ് ഓഫ് 15% ഓഫ് പേ വിൽ ബി പെയ്ഡ്. നമ്മുടെ സാലറിയുടെ ഒരു ബേസിക് പേ ഉണ്ട്. ആ ബേസിക് പേ സംതിങ് അറൌണ്ട് ഐ തിങ്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അറൌണ്ട് 80,000 റേഞ്ച് അടുപ്പിച്ച് വരും. ആ ഒരു എമൗണ്ടിന്റെ 15% എന്തായിട്ട് തരുന്നത് നമുക്ക് ഈ ഹൗസ് റെന്റ് അലവൻസ് HRA ആയിട്ട് തരുന്നത്. അത് ഇതിന്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതുകൂടി ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം പിന്നെ ആ എമൗണ്ട് എന്താവും, ഒരു ഏകദേശം ഒരു 1,60,000 ആ ഒരു റേഞ്ചിന്റെ അതിന്റെ മുകളിലോട്ട് പോകും. അപ്പോൾ അങ്ങനെയാണ് അത് വരുന്നത്. അപ്പൊ ഇതിലും നമുക്ക് കാണാൻ പറ്റും ആ ഒരു ബേസിക് പേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അറൌണ്ട് ആ ഒരു നമ്മുടെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ അനുസരിച്ചുള്ള ഇതിന്റെ ഒരു ബേസിക് പേ എന്ന് പറയുന്നത് നമുക്ക് 78,450 ആണ് ബേസിക് പേ. പക്ഷെ അതിൻ്റെ നിങ്ങൾക്കറിയാം ബാക്കിയുള്ള അലവൻസുകളൊക്കെ ആഡ് ആയിട്ടാണ് ഇത് എന്താവുന്നത് 1.5 ലക്ഷം രൂപയിലേക്ക് അത് എത്തുന്നത് വിത്തൗട്ട് HRA. പിന്നെ ഇതിന്റെ ഒരു ഇൻക്രിമെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പോലും നമുക്കിപ്പോൾ സ്റ്റാർട്ടിംഗ് സാലറി 78,450 ആണ് ബേസിക് പേ, ബാക്കി അലവൻസുകൾ ചേർക്കാതെ. പക്ഷെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഇൻക്രീസ് എങ്ങനെയാണെന്നുള്ളത് കൂടി പറയുന്നുണ്ട്. നമുക്ക് എല്ലാ വർഷവും 4,050 റുപ്പീസ് വെച്ച് ഇതിന്റെ അകത്ത് ആഡ് ആവും 9 വർഷത്തേക്ക്. പിന്നെ നമുക്ക് അപ്പോഴത്തേക്കും നമ്മുടെ എമൗണ്ട് ഇത്രയാവും. അതിനുശേഷം പിന്നെ നമുക്ക് 4,050 റുപ്പീസ് വെച്ച് ആഡ് ആവും 2 വർഷത്തേക്ക്. അതിനുശേഷം അപ്പൊ നമ്മുടെ എമൗണ്ട് ഇത്രയാവും. അതിനുശേഷം നമുക്ക് 4,650 റുപ്പീസ് വെച്ച് എല്ലാ വർഷവും ആഡ് ആവും അടുത്ത 4 വർഷത്തേക്ക്. അപ്പൊ തന്നെ നമ്മുടെ സാലറി ഇത്രയാവും. അപ്പൊ നമ്മുടെ 16 വർഷം കഴിയുമ്പോഴത്തേന് നമ്മുടെ ബേസിക് മാത്രം 1.5 ലക്ഷം അടുപ്പിച്ച് വരും. 1,41,600 വരും. നിങ്ങൾക്കറിയാം ടൈം ടു ടൈം ഇൻക്രീസ് വരാറുണ്ട്. സോ ഈ ഒരു എമൗണ്ട് ആയിരിക്കത്തില്ല ഒരിക്കലും, ഡെഫിനറ്റ്ലി എമൗണ്ടിൽ വ്യത്യാസം കാണും. പിന്നെ ഇത് കൂടാതെ നമ്മൾ നേരത്തെ പറഞ്ഞ അലവൻസുകൾ ഒന്നും ചേർക്കാതാണ് ഈ എമൗണ്ട് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒന്ന് കമ്പയർ ചെയ്താൽ മതി. നമ്മുടെ ബേസിക് എന്ന് പറയുന്നത് 78,450 അതിന്റെ ഏകദേശം ഇരട്ടിയാണ് നമ്മുടെ 1,50,374 കൈ കിട്ടുന്ന പൈസ.
അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഒരു 16 വർഷം കഴിയുമ്പോൾ ഇതാണ് നിങ്ങളുടെ ബേസിക് എങ്കിൽ അതിന്റെ കൈ കിട്ടുന്ന പൈസ എന്തായിരിക്കും? അത് മോർ ദാൻ 3 ലാക്ക് ആയിരിക്കും, അറൌണ്ട് 4 ലാഖിന് മേളിലായിരിക്കും. ഓക്കെ, സോ ആ റേഞ്ചിലേക്ക് വരും. ബിക്കോസ് ഈ ഒരു ടൈം ടു ടൈം ഇൻക്രിമെന്റ് കൂടി കൺസിഡർ ചെയ്യുവാണെങ്കിൽ. ഓക്കെ അല്ലേ? ഇപ്പൊ ഡെഫിനറ്റ്ലി സാലറി ഒരു വലിയൊരു മോട്ടിവേഷൻ ആണ് എന്ന് തന്നെ പറയാം. പിന്നെ ഡെഫിനറ്റ്ലി അടുത്തൊരു കാര്യമാണ് കരിയർ ഗ്രോത്ത്. നമ്മൾ ഏതൊരു ജോലിയിലേക്ക് ചേരുമ്പോഴും രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. എൻ്റെ ഒരു ഫ്യൂച്ചർ എങ്ങനെ ആയിരിക്കും, കരിയർ ഗ്രോത്ത് എങ്ങനെ ആയിരിക്കും, ആൻഡ് സാലറി എങ്ങനെ ആയിരിക്കും. കരിയർ ഗ്രോത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. നമ്മൾ തുടങ്ങുന്നത് ഒരു ഈ പറഞ്ഞ ഒരു ഓഫീസറായിട്ട് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അസിസ്റ്റന്റ് മാനേജർ, മാനേജർ, അസിസ്റ്റന്റ് ജനറൽ മാനേജർ. ഇത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ് നമ്മൾ അസിസ്റ്റന്റ് ജനറൽ മാനേജർ, മാനേജർ എന്നുള്ള ഈ പോസ്റ്റിലേക്ക് എത്തുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ, പിന്നെ ജനറൽ മാനേജർ, ചീഫ് ജനറൽ മാനേജർ, പ്രിൻസിപ്പൽ ചീഫ് ജനറൽ മാനേജർ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ബോർഡിലേക്ക് ഉള്ള മെമ്പർ, അതിനുശേഷം ഡെപ്യൂട്ടി ഗവർണറും ആൻഡ് അൾട്ടിമേറ്റ്ലി നമുക്ക് ഗവർണർ വരെ ആകാൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. സോ അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ ആ ഒരു ലെവലിലേക്ക് എത്തുക എന്ന് പറയുന്നത്, ആ ഒരു പോസ്റ്റിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്ന അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ പറയുന്ന പോലെ ഒരുപാട് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് ആണ് നമുക്കിവിടെ വരുന്നത്. ലൈക്ക് ഈ പറയുന്ന പോലെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സും ഇപ്പൊ മോണിറ്ററി പോളിസിന്റെ ഫ്രെയിം വർക്ക് അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പോൾ ആ ഒരു ബാങ്കിങ് സിസ്റ്റം മൊത്തം വർക്ക് ചെയ്യുന്നത് ആ ഒരു മോണിറ്ററി പോളിസിയുടെ മേളിലാണ്. അതിന്റെ ഫ്രെയിം വർക്ക് ചെയ്യുന്നതിൽ ഒരു വളരെ ഇമ്പോർട്ടന്റ് പാർട്ടാണ് RBI ഗ്രേഡ് ബി ഓഫീസർ എന്ന് പറയുന്നത്. അതുപോലെ കറൻസി മാനേജ്മെന്റ്, ഫിനാൻഷ്യൽ മാർക്കറ്റിന്റെ കൺട്രോൾ, അതുപോലെ തന്നെ പോളിസി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യങ്ങൾ, ലൈക്ക് ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് ഇൻ ഷേപ്പിംഗ് ഇന്ത്യൻ എക്കണോമിക് ഫ്രെയിം വർക്ക്, അതേപോലെ തന്നെ ഗ്ലോബൽ എക്സ്പോഷേഴ്സ്, ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ഫോറംസും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, എക്കണോമിക് ഫോറംസിലൊക്കെ അറ്റൻഡ് ചെയ്യാനുള്ള എന്താ പറയുക ഓപ്പർച്യൂണിറ്റീസ്, അതുപോലെ കണ്ടിന്യൂസ് ലേണിംഗ് എന്താണ് പല ഡിപ്പാർട്ട്മെന്റൽ ആയിട്ട് നമുക്ക് വളരെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് ഫിനാൻഷ്യൽ ഒരു ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ടൈം ടു ടൈം ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. സോ വളരെയധികം എന്താ പറയുക കണ്ടിന്യൂസ് ലേണിംഗ് വരുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് ഇത് എന്ന് പറയാം. ഇനി കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കരിയറിന്റെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് പറയുന്നത് പോളിസിയുടെ ഒരു ആർക്കിടെക്ട് എന്ന് തന്നെ നമുക്ക് പറയാം. ഒരുപാട് പോളിസിയുടെ ഫ്രെയിം വർക്ക് ആണ് നടക്കുന്നത്. അത് ഇത്രയും വലിയൊരു കൺട്രിയുടെ ഇത്രയും പബ്ലിക്കിന്റെ ആ ഒരു ഒക്കെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതെന്ന് പറയുന്നത്. അതുപോലെ ഗ്ലോബൽ അംബാസഡേഴ്സ്, ഇപ്പം ഇന്ത്യയിൽ നമുക്ക് IMF പോലത്തെ അല്ലെങ്കിൽ വേൾഡ് ബാങ്ക് പോലത്തെ അല്ലെങ്കിൽ അതർ ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ നമുക്ക് ഈ പറയുന്ന എന്തെങ്കിലും ഫോറംസ് ഒക്കെ നടക്കുമ്പോൾ നമ്മൾ ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്തായിരിക്കും അവിടെ പോകുന്നത്. അതേപോലെ തന്നെ വളരെ എലൈറ്റ് ആയിട്ടുള്ള സെലക്ഷൻ ആണെന്ന് പറയാം. എന്ന് കഴിഞ്ഞാൽ വളരെ ഏറ്റവും ടോപ്പ് ലെവൽ എക്സാം ആണ്. ഒരുപാട് കാൻഡിഡേറ്റ്സിൽ നിന്നാണ് വളരെ ചെറിയൊരു പെർസെന്റേജ് ആൾക്കാരെ ഇതിൽ ഈ ഒരു പോസ്റ്റിലേക്ക് വരുന്നത്. നമുക്ക് വിളിക്കാത്ത 8,000 വേക്കൻസിയോ 10,000 വേക്കൻസിക്ക് ഒന്നും അല്ല വിളിക്കുന്നത്. വിളിക്കാത്ത 500 വേക്കൻസിക്ക് 600 വേക്കൻസിക്ക് ആയിരിക്കും വിളിക്കുന്നത്. അപ്പം അത്രയും കുറച്ച് പേര്, അത്രയും എലൈറ്റ് ആയിട്ടുള്ള ഒരു സെലക്ഷൻ പ്രോസസ് ആണ് അതെന്ന് നമുക്ക് പറയാം. ആൻഡ് അത്യാവശ്യം നമുക്ക് ഇതിന്റെ ട്രെയിനിങ് ഉണ്ട്. ആ ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിലേക്ക് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ട്രെയിനിങ് ഒക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ പൂനെയിൽ അക്കാഡമി വെച്ചാണ് നടക്കുന്നത്. ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ അവിടെ വരുന്നുണ്ട്. ഇനി കുറച്ച് ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടന്റ് കാര്യങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പോലെ ഒന്ന് ക്വാളിഫിക്കേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ക്വാളിഫിക്കേഷനിലേക്ക് വരുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഗ്രാജുവേഷൻ വേണം ആൻഡ് അതിന്റെ ഒരു മിനിമം ക്വാളിഫയിങ് മാർക്ക് 60% മാർക്കാണ് പറയുന്നത്. പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് 55% മാർക്കാണ് വേണ്ടിയത്. അപ്പം പോസ്റ്റ് ഗ്രാജുവേഷൻ വേണമെന്ന് നിർബന്ധമില്ല. പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ള ഒരാൾക്ക് 55% മാർക്കാണ് നമുക്കിവിടെ വരുന്നത്. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഗ്രാജുവേറ്റ് 60% എന്നുള്ളതാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അത് ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസ്ഡ് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമുക്കൊരു ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം. അത് 60% മാർക്ക് ഉണ്ടായിരിക്കണം. ജനറൽ കാറ്റഗറി ആണെങ്കിൽ പിന്നെ SC ST ഒക്കെ ആണെങ്കിൽ അവർക്ക് അത്രയും മാർക്കിന്റെ ആവശ്യമില്ല. സംതിങ് അറൌണ്ട് 55% എന്താണ് അവർക്ക് വരുന്നത്. പിന്നെ ഏജ് ലിമിറ്റിലേക്ക് വരുവാണെങ്കിൽ 21 to 30 വയസ്സ് വരെയാണ് ജനറലിന്റെ ഏജ് ലിമിറ്റ് വരുന്നത്. പിന്നെ നമ്മുടെ OBCക്ക് ആണെങ്കിൽ +3 ഇയർ, SC STക്ക് ആണെങ്കിൽ 5 വർഷം കൂടി എക്സ്ട്രാ കിട്ടും. പിന്നെ നമുക്ക് ഈ വർഷത്തെ നോട്ടിഫിക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമുക്ക് ഈ വർഷത്തെ ടെന്റേറ്റീവ് നോട്ടിഫിക്കേഷൻ ഡേറ്റ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജൂലൈ ടു സെപ്റ്റംബറിന് ഇടയ്ക്ക് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. നമുക്ക് ഈ പറഞ്ഞ പോലെ ഇതിന്റെ എക്സാം ഒക്ടോബർ, നമ്മുടെ കഴിഞ്ഞ വട്ടം നടന്നു വെച്ചുകൊണ്ടാണ് നമ്മൾ ഇത് പറയുന്നത്. ഒക്ടോബർ ഒക്കെ ആകുമ്പോൾ ഇതിന്റെ എക്സാം നടക്കാൻ സാധ്യതയുണ്ട്. സോ അത്യാവശ്യം നല്ലൊരു സമയം വരുന്നുണ്ട്. നമുക്കൊരു 8-9 മാസം സമയം അവിടെ വരുന്നുണ്ട്. സോ എത്രയും നല്ലപോലെ പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റിയ ഒരു സമയം അവിടെ വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ മെയിൻസ് ഒക്കെ വരുന്നത് നവംബറിലായിരിക്കും ആൻഡ് ഇന്റർവ്യൂ ഒക്കെ വരുന്നത് ഡിസംബറിലോടായിരിക്കും വരുന്നത്. നമ്മുടെ കഴിഞ്ഞ വട്ടത്തെ പാറ്റേൺ വെച്ചുകൊണ്ട് പറയുവാണെങ്കിൽ, ഇത് നമ്മുടെ RBIയുടെ സൈഡിൽ നിന്ന് ഒരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല. കഴിഞ്ഞ വട്ടത്തെ പാറ്റേൺ വെച്ച് പറയുകയാണെങ്കിൽ ടെന്റേറ്റീവ് ഡേറ്റ്സ് നമുക്ക് ഇതിനെ റെഫറൻസ് ആയിട്ട് എടുത്തുകൊണ്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാം എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഒരു വലിയ എക്സാം ആയിട്ട് തന്നെ നമുക്കൊരു ലോങ് ടേം പ്രോസസ്സ് നീണ്ടു നിൽക്കുന്ന ഒരു എക്സാം കൂടിയാണ്. അതേപോലത്തെ ഒരു സെലക്ഷൻ, അതേപോലത്തെ ഒരു പോസ്റ്റ് ആണ് ഡെഫിനറ്റ്ലി അത്. സോ ആ കാര്യങ്ങളൂടെ അവിടെ വരുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ പ്രിപ്പറേഷനിലേക്ക് വരുമ്പോൾ നിങ്ങൾ ആദ്യം പാറ്റേൺസ് നല്ലപോലെ മനസ്സിലാക്കുക. അതിന്റെ ഒരു എക്സാം എങ്ങനെയാണ് എന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തൊന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ആ ഒരു ഒരു പ്ലാൻ പ്രിപ്പയർ ചെയ്യുക. എങ്ങനെ അതിന്റെ പ്രിപ്പറേഷൻ മുമ്പോട്ട് കൊണ്ടുപോകാം, ഏതിനാണ് കൂടുതൽ വെയിറ്റേജ് വരുന്നത്, അതിന്റെ സിലബസ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഒന്ന് ഫോക്കസ് ചെയ്യുക. അതിന്റെ കൂടെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് കറണ്ട് അഫയേഴ്സും എക്കണോമിക് അഫയേഴ്സും
ജനറൽ അവയർനെസ് ഒക്കെ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ അതുകൂടാതെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ റൈറ്റിംഗ് സ്കിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഡിസ്ക്രിപ്റ്റീവ് പേപ്പേഴ്സ് വരുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഡിസ്ക്രിപ്റ്റീവ് പേപ്പേഴ്സിലുള്ള നമ്മുടെ റൈറ്റിംഗ് സ്കിൽസ് ഭയങ്കരമായിട്ട് മാറ്റർ ചെയ്യും. എസ്പെഷ്യലി ഇംഗ്ലീഷിന്റെ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ആയാലും ശരി, ബാക്കി എക്കണോമിക് ആൻഡ് സോഷ്യൽ ഇഷ്യൂസിന്റെ ഒക്കെ മേളിലുള്ള റിഫോംസിന് മേളിലൊക്കെ ഉള്ള ആ ഒരു പേപ്പേഴ്സ് ആയാലും ശരി, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറ്റർ ചെയ്യും. പിന്നെ കട്ട് ഓഫിനെ കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു. ആ കട്ട് ഓഫ് നമ്മുടെ മൈൻഡിൽ വെച്ചുകൊണ്ടായിരിക്കണം. ആ കട്ട് ഓഫ് വളരെ നല്ലപോലെ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള പ്രിപ്പറേഷൻ നമ്മൾ പ്ലാൻ ചെയ്യണം. അത്രയും തോളം മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്ത് റൈറ്റിംഗ് സ്കിൽസ് ഒക്കെ ചെയ്ത് നമുക്ക് അത് പ്രാക്ടീസ് ചെയ്യാം. ഇന്നത്തെ കാലത്ത് നമുക്ക് ആ റൈറ്റിംഗ് സ്കിൽസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ എങ്ങും പോകേണ്ട ആവശ്യം പോലും ഇല്ല. എല്ലാം നമുക്ക് തന്നെ നമുക്കറിയാം. നമുക്ക് ഒരുപാട് ടെക്നോളജി ഉണ്ട്. നമുക്ക് തന്നെ ഇത് എഴുതിയതിനു ശേഷം അതിലുള്ള എറേഴ്സ് ചെക്ക് ചെയ്യാനൊക്കെ ഉള്ള ഒരുപാട് വഴികളുണ്ട്. സോ അതൊക്കെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അതുപോലെ ടൈം ടു ടൈം മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങളുടെ സ്പീഡ് കൂട്ടിയെടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക് വരുമ്പോൾ നിങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ് RBI ഗ്രേഡ് ബി ചൂസ് ചെയ്യാനുള്ള ഇമ്പോർട്ടൻറ്റ് റീസൺ എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പം ഡെഫിനറ്റ്ലി അറിയാം. എന്നുള്ള അത്രയും നല്ല കരിയർ ഗ്രോത്തും അത്രയും നല്ല സാലറിയും വളരെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള വളരെ ഡൈനാമിക് ആയിട്ടുള്ള ഒരു കരിയറാണ് നമുക്കവിടെ വരുന്നത്. അതുപോലെ ഏറ്റവും നല്ല സാലറിയാണ്. എനിക്ക് തോന്നുന്നു ബാങ്കിങ് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ല സാലറിയാണ്, സ്റ്റാർട്ടിംഗ് സാലറിയാണ് RBI ഗ്രേഡ് ബി ഓഫർ ചെയ്യുന്നത്. ഇൻഫാക്ട് വേറെ ഏതൊരു ഗവൺമെന്റ് ജോബ് എടുത്താലും ഏറ്റവും നല്ലൊരു സാലറിയാണ് RBI ഗ്രേഡ് ബി ഓഫീസർ നമുക്ക് എന്താ പറയുക ഓഫർ ചെയ്യുന്നത് എന്ന് തന്നെ നമുക്ക് പറയാം. ഞാൻ വളരെ റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള പൊസിഷനാണ്. അത്രയും എന്താ പറയുക അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് കൂടിയാണ് എന്ന് നമുക്ക് പറയാം. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ RBI ഗ്രേഡ് ബിൻ്റെ അകത്ത് വരുന്നത്. സോ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക, നല്ലപോലെ മനസ്സിലാക്കി വെച്ചുകൊണ്ട് തന്നെ ഈ എക്സാംസിന് വേണ്ടിയൊക്കെ പ്രിപ്പയർ ചെയ്യുക. ഒരുപാട് അലവൻസുകൾ, ഒരുപാട് നല്ലൊരു പോസ്റ്റ്, ഒരു ഓപ്പർച്യൂണിറ്റിയാണ് RBI ഗ്രേഡ് ബി എന്ന് പറയുന്നത്. അപ്പം പക്ഷേ ഡെഫിനറ്റ്ലി അതിനുവേണ്ടി ഒരു ലോങ് ടേം ഒരു സമയം മാറ്റി വെക്കണം, നേരത്തെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം, അതിന് അത്രയും പാഷനേറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അവിടെ വരുന്നുണ്ട്. സോ അതിന് വേണ്ടി ഏറ്റവും നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക ഈ വർഷം നിങ്ങൾ എല്ലാവരും. ആൻഡ് RBI ഗ്രേഡ് ബി എക്സാംസിന് വേണ്ടിയുള്ള കോഴ്സസിലേക്ക് ജോയിൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യണമെന്നുള്ളവരുണ്ടെങ്കിൽ, ആദ്യമായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അതിൻ്റെ ഒരു പ്രോപ്പർ കോഴ്സസിലേക്ക് ഇപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ ഒരുമിച്ചൊരു പാക്കേജ് ആയിട്ട് തന്നെ കിട്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യണം. ഒരു ലോങ് ടേം ടൈം എടുത്ത് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ചും കൂടുതൽ അറിയാൻ വേണ്ടി RBI ഗ്രേഡ് ബിക്ക് വേണ്ടിയും ബാച്ചസ് ഉണ്ട്. നിങ്ങൾക്ക് അതിനെക്കുറിച്ചും കൂടുതൽ അറിയാൻ വേണ്ടി ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ 7736122215 എന്നുള്ള ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് അതിൻ്റെയും പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് എത്രയും പെട്ടെന്ന് തന്നെ തുടങ്ങുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങളുടെ പ്രിപ്പറേഷൻ നിങ്ങളുടെ പേഴ്സണൽ ലെവലായാലും അല്ലാതായാലും അത് എത്രയും പെട്ടെന്ന് തന്നെ തുടങ്ങുക. പിന്നെ ലോങ് ടേം ഗോളായിട്ട് കീപ്പ് ചെയ്യുക, നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക, വളരെ പാഷനേറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതൊക്കെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്തു തുടങ്ങുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര പെട്ടെന്ന് ചെയ്തു തുടങ്ങുന്ന, എത്ര നാൾ ചെയ്യുന്നു എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. ഈ വർഷത്തെ ഒരുപാട് ബാങ്കിങ് എക്സാംസ് വരുന്നുണ്ട്. അതിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. ഏറ്റവും നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക. നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ്സ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് വീണ്ടും ഇവിടെ തന്നെ മീറ്റ് ചെയ്യാം. അപ്പോൾ താങ്ക് യു, ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും. നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക.